ഇന്നൊരു ഫ്ലോപ്പായ റെസിപ്പി ആട്ടോ. സംഭവം ഫ്ലോപ്പായെങ്കിലും അത് ഞാൻ മാനേജ് ചെയ്തത് എങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചു തരാം. കുക്ക് ചെയ്യുമ്പോൾ അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാറുണ്ട്. അപ്പൊ അതുപോലെ പറ്റിയൊരു അബദ്ധാട്ടോ ഇത്. അപ്പൊ ഈ അബദ്ധങ്ങൾ മാനേജ് ചെയ്യുന്നതിലാണ് വലിയ കാര്യം. അല്ലാതെ അപ്പൊ തന്നെ അതങ്ങോട്ട് എടുത്ത് കളയേ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഡെസ്പ് അടിച്ചിരിക്കുക. ഒരു സിമ്പിൾ മന്തി റെസിപ്പി ആട്ടോ ഞാൻ ഇന്ന് ട്രൈ ചെയ്തത്. ഈ റെസിപ്പി ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവേ. അപ്പൊ എനിക്ക് പറ്റിയ അബദ്ധം അങ്ങോട്ട് ഒഴിവാക്കിയാല് ഇത് സംഭവം സൂപ്പർ ഡിഷ് ആണ്. ഇതിൽ എളുപ്പത്തിൽ മന്തി ഉണ്ടാക്കുന്നത് സ്വപ്നങ്ങളിൽ മാത്രം. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ്. ഓവനോ കുക്കിംഗ് റേഞ്ചോ ഉള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. ചിക്കൻ ഒന്ന് ഹാഫ് ആക്കിയിട്ടാട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന, സ്കിന്നോട് കൂടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൈസിന്റെ പരിപാടിയാണ്. റൈസും നമ്മള് കുക്കിംഗ് റേഞ്ചിലാണ് വെക്കുന്നത്. പക്ഷെ അതിന് മുന്നേ ചെറിയ പരിപാടി ഉണ്ട്, അത് നമ്മൾ തുടക്കത്തിൽ ചെയ്തു വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മസാലയുടെ കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. അത് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണം. അപ്പൊ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മസാല മിക്സും ആവശ്യത്തിന് ഉപ്പും 1 മണിക്കൂർ സോക്ക് ചെയ്ത റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മുന്നേ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റൈസും ആ റൈസിന്റെ തൊട്ട് മീതെ ആയിട്ടാട്ടോ ചിക്കൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ചിക്കൻ കുക്ക് ആവുമ്പോൾ അതിൽ നിന്ന് വരുന്ന നീരൊക്കെ ഈ റൈസിൽ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ചോറ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കനാണ് നമുക്ക് പണി തന്നത്. ചിക്കന്റെ അവിടെയുള്ള ഫ്ലെയിം കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ അതിന്റെ മുകൾ ഭാഗം ഒരു ഇത്തിരി കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്കിൻ അങ്ങോട്ട് ഇളക്കിയിട്ട് ചിക്കന് മറിച്ചിട്ട് ഒരു അലുമിനിയം ഫോയില് വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തു. കാരണം ചിക്കൻ പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് റൈസും അതിന്റെ മീതെ ചിക്കനും വെച്ചിട്ട് ഒന്ന് പുകയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കന് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലേവർ എന്താവുന്ന എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മള് അത് വിളമ്പിയപ്പോ ആ ചിക്കന്റെ സ്കിൻ റിമൂവ് ചെയ്തപ്പോ ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആ സ്കിൻ ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മള് കഴിച്ചത്. കാരണം നമ്മൾ ഒരിക്കലും കരിഞ്ഞ ഫുഡ് കഴിക്കാൻ പാടില്ല, അത് കാർസിനോജനിക് ആയിരിക്കും. എനിക്കിതിൽ പറ്റിയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചിക്കൻ വെച്ചത് ആ ഫ്ലെയിമിന്റെ തൊട്ട് താഴെയാണ്. അപ്പൊ അത് ഒന്നും കൂടെ ഒന്ന് ഇറക്കി വെക്കണമായിരുന്നു, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണമായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റൈസിന്റെയും ചിക്കന്റെയും കൂടെ നമ്മൾ ദക്കൂസ് ആണ് സൈഡ് ഡിഷ് ആയിട്ട് വിളമ്പിയത്. അതിന്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.